ഹലോ ഹായ് മുത്തുമണികളെ, എന്തൊക്കെ വിശേഷങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഷോപ്പിംഗ് എന്ന് വെച്ചാൽ അടിപൊളി വെഡ്ഡിങ് വരുന്നുണ്ട്, കല്യാണം വരുന്നുണ്ട്. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ പെങ്ങളെ മോളെ കല്യാണം വരുന്നുണ്ട്. ആ കല്യാണത്തിനൊക്കെ നമ്മൾ ഡ്രസ്സ് കോഡാക്കുന്നുണ്ട്, ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെല്ലാം കൂടി. അങ്ങനെ എല്ലാവരും കൂടി നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കണ്ണൂർ സെഞ്ചുറിയിലേക്കാണ് പോയിട്ടുള്ളത്. അങ്ങനെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഇതാ ഞാനും ഹസ്ബൻഡും പിന്നെ പെങ്ങളും മരുവളും കൂടി ഒരു വണ്ടിയിൽ പോയി, ബാക്കിയുള്ള ആൾ മറ്റേ വേറൊരു വണ്ടിയിൽ പോയി. അങ്ങനെ നമ്മളങ്ങോട്ട് മുമ്പേ അവരടുത്തിനേനും. പിന്നെ നമ്മൾ ഫസ്റ്റ് അവർ കുറച്ച് ഡ്രസ്സെല്ലാം നോക്കി. അങ്ങനെ എനിക്ക് ഈ ചുരിദാർ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഡ്രസ് കോഡ് തീരുമാനിച്ചിട്ടാണ് പോയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കുറേ കളർ ചേഞ്ച് കിട്ടിയോണ്ട് നമ്മളിത് എടുക്കാൻ നോക്കി. നല്ല രസമുണ്ട്. അതിൻ്റെ ഇത് തിരിച്ചിട്ടും ചേച്ചിട്ടും മറിച്ചിട്ടെല്ലാം നോക്കി. പിന്നെ നമുക്ക് 8ൻ്റെ പടി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നല്ല റേറ്റ് ഉണ്ട്. നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല, അതിന് 3000 രൂപേൻ്റെ മേലോട്ടാണ് റേറ്റ് വരുന്നത്. അത് പിന്നെ കിട്ടിയ പോലെ തന്നെ നൈസായിട്ട് നമ്മളവിടെ തൂക്കിയിട്ട് പിന്നെ നമ്മൾ റെഡിമെയ്ഡ് ചുരിദാർ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് പോയിരുന്നത്. നോക്കുമ്പോൾ ഞാൻ കുറച്ച് തടി കൂടിയത് കൊണ്ട് എനിക്ക് മാത്രം അങ്ങനെ കിട്ടുന്നില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ചതിന് അങ്ങോട്ട് റേറ്റ് വരുന്നുണ്ട് അവിടെ റെഡിമെയ്ഡ് ചുരിദാറിന്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ചുരിദാറിൻ്റെ തുണി വാങ്ങിയിട്ട് എല്ലാവർക്കും ഒരേപോലത്തെ അടിക്കാമെന്ന്. അതുകൊണ്ട് നമ്മളെന്തത് എല്ലാം ഓരോന്നായിട്ട് ഇട്ട് ബെലിച്ചിട്ട് അലങ്കോലാക്കിയിട്ടാണ് ഇടുന്നുണ്ട്. അങ്ങനെ നമ്മൾ തൊടുന്നതെല്ലാം കൂടെ നല്ല റേറ്റാണ്. നമുക്ക് 2000ൻ്റെ മേലോട്ടേക്ക് വേണ്ട, 2000ൻ്റെ താഴോട്ടൊക്കെ നമുക്ക് റേറ്റ് വേണ്ടു. നമ്മൾ ഡ്രസ് കോഡ് ആക്കുന്നതുകൊണ്ട് അങ്ങനെ ചെറിയ പൈസൻ്റെ എടുക്കാമെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ കട്ട് പീസ് വാങ്ങിയിട്ട് അടിക്കാമെന്ന് വെച്ചിന്. പിന്നെ ഫസ്റ്റ് ഇവിടെ വന്ന് നോക്കാമെന്ന് വെച്ചിട്ടാണ് ഇവിടെ വന്നിന്. നോക്കുമ്പോൾ ഇവിടെ നല്ല റേറ്റ് ഉണ്ട്. ഈ ചുരിദാറിനെല്ലാം ഫുള്ള് 2000ൻ്റെ മേലോട്ടാണ് റേറ്റ് വരുന്നത്. പിന്നെ എൻ്റെ ഒരു മെരുവൊക്കെ വല്ലാണ്ട് മഞ്ഞ പിടിച്ചു ഇനി. പക്ഷേ എനിക്കും വല്ലാണ്ട് മഞ്ഞ ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ് മഞ്ഞ. പക്ഷേ എൻ്റെ അടുത്ത് മഞ്ഞ ചുരിദാർ ഉണ്ടാണ്ട് ഞാൻ മഞ്ഞ അങ്ങനെല്ലാം ഒഴിവാക്കി. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ ചുരിദാറെല്ലാം നമ്മൾ ഇട്ടിട്ടും ചേച്ചിട്ടും മറിച്ചിട്ടെല്ലാം നോക്കി. അങ്ങനെ ലാസ്റ്റ് നമ്മൾ വിചാരിച്ചതിന് അങ്ങോട്ട് റേറ്റ് കുറഞ്ഞിട്ട് നമുക്ക് ചുരിദാർ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ വീഡിയോസ് നമ്മൾ ഇതിലേക്ക് ഇടുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് കല്യാണത്തിന് കാണാം ഡ്രസ് കോഡ് എങ്ങനത്തെയാണെന്ന്. പിന്നെ ഒരേപോലത്തെ ഡ്രസ്സാണ് കിട്ടിയത് വെച്ചാൽ കളർ ചേഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ പെങ്ങന്മാർക്ക് ചുരിദാർ എടുക്കണേനും അവർക്ക് രണ്ടാക്കാന്ന് പറഞ്ഞത്. അങ്ങനെ അവർക്ക് വേണ്ട ചുരിദാർ നമ്മൾ നോക്കി. ഇത് നല്ല അടിപൊളിയാണ്, നമുക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ഇതിൻ്റെ റേറ്റ് നല്ല കൂടുതലുണ്ട്. നമ്മൾ കാണുമ്പോഴേക്ക് ചെറിയ 1500 ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ നോക്കുമ്പോൾ ഇതിനെല്ലാം വരുന്ന 2000ൻ്റെ മേലോട്ടനെ ഇതിനൊക്കെ റേറ്റ് വരുന്നത്. അങ്ങനെ പെങ്ങന്മാർക്ക് ഇതിൻ്റെ കളർ ചേഞ്ചെല്ലാം ഉണ്ടേനും. ഓറഞ്ച് ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, കാപ്പി ഉണ്ട്. പക്ഷെ നമ്മളത് എടുക്കാണ്ട് വേറെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോക്കാന്ന്. ചെറിയ മക്കൾക്കുള്ള ഡ്രസ്സാണ്. അവർക്ക് ഫസ്റ്റ് തുണി വാങ്ങിയിട്ട് അടിക്കാമെന്ന് വെച്ചിട്ട് പിന്നെ അവർക്ക് നമുക്ക് ഇങ്ങനത്തെ ഒരു മോഡൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ മക്കൾക്കുള്ള ചെറിയ കുട്ടികൾക്ക് എല്ലാവർക്കും ഇതേപോലത്തെ കളർ ചേഞ്ച് ആക്കുക എന്ന് വെച്ചിട്ടാണ് എടുത്തത്. ഒറ്റ കളർ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ നോക്കുമ്പോൾ സൈസിന് കണക്കായിട്ട് കിട്ടുന്നില്ല. അങ്ങനെ അവർ മക്കൾക്ക് അവിടെ നിന്ന് നോക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പെൺകുട്ടികളില്ലാത്തതുകൊണ്ട് ഞാൻ കുറേ ഫ്രോക്കിൻ്റെ എല്ലാം നോക്കി പിന്നെ അവിടെ തന്നെ വെച്ച്. പിന്നെ അതിന് അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാരി എടുക്കലാണ്. അങ്ങനെ സാരീൻ്റെ സെലക്ഷനിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടുന്ന് നമുക്ക് ഡ്രസ്സ് കുറച്ചാൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ട്, കുറച്ചാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ചില ആൾ വേറൊരു ഷോപ്പിൽ നിന്ന് റെഡിമെയ്ഡ് വാങ്ങിയതിന് നമ്മളെടുത്ത പോലത്തെ അതേ ഇതന്നെ റെഡിമെയ്ഡ് അവിടെ നിന്ന് വാങ്ങി. നമ്മളിവിടുന്ന് നമുക്ക് കിട്ടുകൊണ്ട് നമ്മളിവിടുന്ന് തന്നെ എടുത്ത്. പിന്നെ അങ്ങനെ നമുക്ക് ഡ്രസ്സെല്ലാം എടുത്തതിന് കുട്ടികൾക്ക് ഡ്രസ്സ് എടുത്തതിന് അടുത്ത പരിപാടി വെച്ച് കഴിഞ്ഞാൽ കല്യാണ പെണ്ണിന് ഡ്രസ്സ് എടുക്കലാണ്. അങ്ങനെ നമ്മൾ ചമയിക്കുന്നുണ്ട്. അങ്ങനെ ലെഹങ്കൻ്റെ സെലക്ഷനിലേക്ക് പോയോക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കുടിക്കാൻ വേണ്ടി പിന്നെ എന്താ പറയണ്ട വെള്ളം കലക്കിയത് കിട്ടിയത്. പിന്നെ കോഫി ഉണ്ടായിന്. അങ്ങനെ നമ്മൾ രാവിലെ 10:30 മണിക്ക് ഇവിടെ എത്തിനേന് വൈകുന്നേരം 5:30 മണി അതിൻ്റെ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞിട്ടില്ല. എല്ലാവരും ചോദിക്കുന്നതിന് പെട്ടിയും തുണി എടുക്കാൻ വന്നതെന്ന് വെച്ചിട്ട് അങ്ങനെ കുറേ ഫോൺ വിളിയും കൽബലം കേട്ടിനേനും. പക്ഷെ അതൊന്നും നമ്മൾ കാര്യമാക്കിയിട്ടില്ല. അങ്ങനെ ഇതാ ഞാനൊന്ന് വെച്ച് നോക്കിയിട്ടുണ്ട് ഡ്രസ്സ്. നമുക്ക് ഒരുങ്ങുമ്പോൾ അല്ലേ ഇതേപോലെ ഒരുങ്ങാൻ കഴിയും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കല്യാണ പെണ്ണിൻ്റെ ഡ്രസ്സും നമുക്ക് ഡ്രസ്സെല്ലാം എടുത്ത് അവിടെ നിന്ന് കുറച്ച് ഫാൻസി എടുക്കാനുണ്ടായിന്. അങ്ങനെ ഓരോരാൾ ഓരോരോ ഫാൻസി വാങ്ങി. സെറ്റ് വളയും നെറ്റിക്കുറിയും ഒന്നും ഇല്ലാണ്ടാവില്ലല്ലോ. അങ്ങനെ 5:30 മണി സമയത്ത് നമ്മൾ ഡ്രസ്സെല്ലാം വാങ്ങി നമ്മൾ അവിടെ നിന്ന് പോക്കാന്ന്. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. നമ്മൾ ഇന്നൊരു 5:30 മണിയായിട്ട് നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ല. വെറും കലക്കിയ വെള്ളം മാത്രമേ നമ്മളെ വയറ്റിലുണ്ടായിട്ടുള്ളൂ. അങ്ങനെ നമ്മളെല്ലാവരും അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് MVKയിലേക്കാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി. അങ്ങനെ നമ്മൾ അധികം ഫുഡ് കഴിക്കൽ ഇവിടെ ഇങ്ങനെ ടൗണിലേക്കെല്ലാം വന്നാൽ ഇവിടെ നിന്ന് തന്നെ നമ്മൾ ഫുഡ് കഴിക്കൽ. അങ്ങനെ നമ്മൾ അവിടെ എത്തി അവിടെ നമ്മൾ ഫുഡ് ഓർഡറെല്ലാം ചെയ്ത് അങ്ങനെ നമ്മൾ ലോലിപ്പോപ്പും പിന്നെ ബിരിയാണിയും ചപ്പാത്തിയും പൊറോട്ടയൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ വല്ലാണ്ട് വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് വയറെല്ലാം നിറയാൻ നമ്മൾ നേരെ പോകുന്നത് വീട്ടിലേക്കാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അസ്സലാമു അലൈക്കും, ബൈ.